എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഏകദേശം 42 മണിക്കൂർ എടുക്കും ഡൽഹി എത്താൻ. കയറിയപ്പോ കോച്ചൊക്കെ കാണാൻ നല്ല വൃത്തിയും തന്നെ ഉണ്ടായി. ഞാൻ നേരെ സൈഡ് സീറ്റ് പിടിച്ച്. സെക്കൻഡ് ക്ലാസ്സിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് സെക്കൻഡ് ക്ലാസ്സിൽ പോകണം. സമയം പോകാൻ ഇത്തിരി നേരം കിടന്നുറങ്ങി. അതിന് ഇത്തിരി നേരം ഗെയിം കളിച്ച്. അപ്പൊ തന്നെ ടി വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ. ജനറൽ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വരുമെന്ന് ഞാനിപ്പോൾ അറിയണ. ഞാൻ പൊതുവേ ടിക്കറ്റ് എടുക്കാതെ പോണത്. അത് ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വിശപ്പൊക്കെ കെടുത്തി നേരെ ഗോവ എത്തി. ഗോവ എത്തിയപ്പോൾ പൊറോട്ടയും ഏതോ ഒരു വെജിറ്റബിൾ കറിയും മേടിച്ച്. ഗോവ കഴിഞ്ഞപ്പോ നല്ല തിരക്കായി. മുമ്പേ എത്തിയപ്പോ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മായി തിരക്ക്. രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല മര്യാദക്ക്. പിന്നെ ഒരു കണക്കിന് രാവിലെ ആയപ്പോ കാണാനൊരു ബായ്മാരുടെ ലുക്കൊക്കെ ആയി. എന്നാലും കുഴപ്പമില്ല. നേരെ ബ്രഷ് എടുത്ത് AC കോച്ചിൽ പോയി. ജനറൽ കോച്ചിത്തെ ബാത്റൂം ഒക്കെ നല്ല വൃത്തിയായതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. തൊട്ടപ്പെടുത്ത് ഞങ്ങളെപ്പോലെ ജനറലിൽ പോണ 2-3 മലയാളികളുണ്ടായി. അവര് ഫുഡ് ഓർഡർ ചെയ്തപ്പോ ഞങ്ങൾക്ക് കൂടി ഫുഡ് ഓർഡർ ചെയ്തെന്നു വെജിറ്റബിൾ ബിരിയാണി. പുറത്തൊക്കെ നല്ല രസമുണ്ട് കാഴ്ചകൾ. അപ്പത്തേക്ക് ഉള്ളിൽ ബായ്മാര് തമ്മിൽ ഇടിയായി. എന്തോ പേരും പറഞ്ഞ് ഇടി തുടങ്ങിയതാണ്. നല്ലൊരു ഇടിയായിരുന്നു. ഞാൻ പിന്നെ പുറത്തുനിന്ന് ഓറഞ്ചൊക്കെ മേടിച്ച് ഇത്തിരി ഇടിയൊക്കെ കണ്ടിരുന്നു. നല്ല ഫ്രഷ് ഓറഞ്ചാന്ന് പറഞ്ഞിട്ട് അന്നാണ്. അത്രക്കും നല്ല ഫ്രഷ് ഒന്നും അല്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോ കമ്പനി അടിക്കാൻ രാജസ്ഥാൻ പോലീസിൽ ഒരു ചേട്ടനെ കിട്ടി. ചേട്ടനപ്പൊ ഇത്തിരി നേരം കമ്പനിയൊക്കെ അടിച്ച്. ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഡൽഹി എത്താറപ്പോ പിന്നെ ടി വന്ന് ടിക്കറ്റ് വയ്ക്കാൻ. എന്തോ ഭാഗത്തിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി. അത് ഞാൻ നോക്കുമ്പോ ടിക്കറ്റ് ഇല്ലാത്തവരനൊക്കെ പിടിച്ച് ഇടിക്കണ്. പിന്നെ കൂട്ടത്തല്ലായി അവിടെ. അങ്ങനെ നീണ്ട 42 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഡൽഹി എത്തി. ഡൽഹി എത്തിയപ്പോ നല്ല തണുപ്പായിരുന്നു കേട്ടോ.